എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമുക്കതിൽ പേജ് നമ്പർ 25 മാജിക്കൽ പോണ്ട് എന്ന ടോപ്പിക് നോക്കാം. ഇൻ ദ മിഡിൽ ഓഫ് എ ബ്യൂട്ടിഫുൾ മാജിക്കൽ പോണ്ട് ലൈസ് എ ബ്രൈറ്റ് പിങ്ക് ലോട്ടസ്. ഈ മാജിക്കൽ പോണ്ടിന്റെ നടുവിൽ ഒരു ലോട്ടസ് ഉണ്ട്. നമ്പർ ഓഫ് ലോട്ടസ് ഡബിൾസ് എവറി ഡേ ഇൻ ദിസ് പോണ്ട്. അപ്പോൾ ഈ ലോട്ടസിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ദിവസവും ഇതിന്റെ നമ്പർ എന്ത് ചെയ്യും? ഡബിൾ ആവും. ആഫ്റ്റർ 30 days ദ പോണ്ട് ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് ലോട്ടസ്. 30 days ആകുമ്പോൾ ഈ പോണ്ട് ഫുള്ളായിട്ട് എന്ത് വരും? ലോട്ടസ് ഉണ്ടാവും. അപ്പോൾ വിച്ച് ഡേ വാസ് ദ പോണ്ട് ഹാഫ് ഫുൾ. അപ്പോൾ ഇതിന്റെ പകുതി ലോട്ടസ് വരാൻ എത്ര ഡേയ്സ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് 13th ഡേ ആകുമ്പോൾ ഇത് എന്താവും? ഫുൾ കവർ ആവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഹാഫ് കവർ ആയാലല്ലേ 13th ഡേ ആകുമ്പോൾ ഇതിന്റെ ഹാഫിന്റെ ഡബിൾ ഫുള്ളായി ഈ പോണ്ട് മുഴുവനും ലോട്ടസ് ആവത്തുള്ളൂ. അപ്പോൾ 29th ഡേയിൽ ഇത് ഹാഫ് ഓഫ് ദ പോർഷൻ കംപ്ലീറ്റ് ആയാൽ 30th ഡേ തൊട്ടടുത്ത ദിവസം എന്ത് വരും? ഈ പോണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഹാഫ് ഓഫ് ദ പോണ്ട് കംപ്ലീറ്റ് ആവാൻ എത്ര ഡേയ്സ് വരും? 29 days വരും അല്ലെ. അപ്പോൾ 29th ഡേയിൽ ഇതെന്താവും? half of the portion complete ആവും നമുക്ക് എഴുതാം. ഓക്കെ, if the pond is completely covered by lotus on 13th day, how much of it is covered by lotus on the 29th day? അപ്പോൾ എന്ത് വരും? 29th ഡേ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇവിടെ 29th ഡേ ആകുമ്പോൾ ഇതെന്താവും? ഹാഫ് ഓഫ് ദ പോർഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, സിൻസ് ദ നമ്പർ ഓഫ് ലോട്ടസ് ഡബിൾസ് എവറി ഡേ ദ പോണ്ട് ഷുഡ് ബി ഹാഫ് കവേർഡ് ഓൺ 29th ഡേ. അതിന്റെ ആൻസർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതിന്റെ ലോട്ടസ് എന്ത് ചെയ്യും? ഓരോ ദിവസവും ഡബിൾ ആവും. അപ്പോൾ 29th ഡേ ആകുമ്പോൾ അതിന്റെ ഹാഫ് എന്താവും? കംപ്ലീറ്റ് ആവും. Then write the number of lotus in exponential form when the pond was fully covered and half covered. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഡേയിൽ എത്ര ലോട്ടസ് ഉണ്ട്? ഒരു ലോട്ടസ്. ദെൻ സെക്കൻഡ് ഡേയിൽ 1ന്റെ ഡബിൾ ആവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ആവും. ദെൻ തേർഡ് ഡേ ആവുമ്പോൾ എത്ര ലോട്ടസ് വരും? 2ന്റെ ഡബിൾ 4 ആവും. ദെൻ ഫോർത്ത് ഡേ ആവുമ്പോൾ 4ന്റെ ഡബിൾ 8 വരും. ദെൻ ഫിഫ്ത്ത് ഡേ ആവുമ്പോൾ എത്ര ലോട്ടസ് വരും? ഇവിടെ 8ന്റെ ഡബിൾ 16 ആവും. അങ്ങനെ എക്സെട്ര. നമുക്ക് എത്ര ഡേയ്സ് വരെ ഉണ്ട്? 30th ഡേയ്സ് വരെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ 29th ഡേ ആകുമ്പോൾ എത്ര ലോട്ടസ് ഉണ്ടായിരിക്കും? അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോമായിട്ട് എഴുതണമെങ്കിൽ ഈ 1 നമുക്ക് 2⁻0 എന്ന് എഴുതാം. കാര്യം എന്താ? ഇതെല്ലാം ഈ 1, 2, 4, 8, 16 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 1ന് നമുക്ക് 2⁻0 എന്ന് എഴുതാം. 2ന് ഈക്വൽ ടു 2⁻1. 4ന് എങ്ങനെ എഴുതാം? 2⁻2. Then 8 equal to 2⁻3. Then 16 equal to 2⁻4. കണ്ടോ? അപ്പോൾ ഫിഫ്ത്ത് ഡേ ആയപ്പോൾ ഇവിടുത്തെ പവർ നമുക്ക് എത്രയാണ് കിട്ടിയത്? 4 ആണ് കിട്ടിയത്. ഫോർത്ത് ഡേ ആയപ്പോൾ ഇവിടുത്തെ പവർ കണ്ടോ? 3, 1 കുറഞ്ഞു വന്നു. ദെൻ തേർഡ് ഡേ ആയപ്പോൾ ഇവിടുത്തെ പവർ 2. സെക്കൻഡ് ഡേ ആയപ്പോൾ പവർ 1. അപ്പോൾ ഓരോ ഡേയ്സിൽ നിന്ന് 1 കുറവായിരിക്കും അതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ 29th ഡേയ്സിൽ എത്ര ലോട്ടസ് ഉണ്ടാവും? പവർ എത്ര വരും? 1 കുറവായിരിക്കും. 2⁻28. ദെൻ 30th ഡേ ആകുമ്പോൾ എത്ര പവേഴ്സ് ഉണ്ടാവും? അവിടെയും പവർ എന്ത് വരും? 13നേക്കാളും 1 കുറഞ്ഞ് 29 നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ളി കവേർഡ് എക്സ്പോണൻഷ്യൽ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? ഫുള്ളി കവേർഡ് 13th ഡേ ആണല്ലോ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോം 2⁻29. ഹാഫ് കവേർഡ് ആവുന്നത് 29th ഡേയിലാണ്. അപ്പോൾ അവിടുത്തെ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 2⁻20. ഓക്കെ അല്ലേ? There is another pond in which the number of lotus triples every day. അപ്പോൾ വേറൊരു പോണ്ടും അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താ? ഓരോ ദിവസവും അതിന്റെ നമ്പേഴ്സ് ട്രിപ്പിൾ ആവും. When both the ponds had no flowers, Damayanti placed a lotus in the doubling pond. അപ്പോൾ രണ്ട് പോണ്ടിലും ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ദമയന്തി എന്താണ്? ഒരു ലോട്ടസ് കൊണ്ട് ഡബിളിംഗ് പോണ്ടിൽ വെച്ചു. After 40 days she took all the lotuses from there and put them in the tripling pond. How many lotus will be in the tripling pond after 4 days? അപ്പോൾ 4 days കഴിയുമ്പോൾ ഈ ട്രിപ്ലിംഗ് പോണ്ടിനകത്ത് എത്ര ലോട്ടസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ദമയന്തി ഒരു ലോട്ടസ് കൊണ്ട് ഡബിളിംഗ് പോണ്ടിൽ വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഡേ ആയപ്പോൾ ഫസ്റ്റ് ഡേയിൽ അവിടെ എത്ര ലോട്ടസ് വരും? ഈ 1 ലോട്ടസിന്റെ ഡബിൾ വരും അല്ലേ? 1 × 2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പവർ എങ്ങനെ എഴുതാൻ? 2⁻1. ദെൻ സെക്കൻഡ് ഡേ ആയപ്പോൾ അവിടെ എന്ത് വരും? ഈ 2നോടൊപ്പം ഒരു 2 കൂടെ വരും, ഡബിൾ ആകുമ്പോൾ അല്ലേ. നമുക്ക് എന്ത് കൊടുക്കാം? 2⁻2. ദെൻ തേർഡ് ഡേ ആകുമ്പോൾ എന്ത് വരും? ഇതിനോടൊപ്പം ഒരു 2 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് ഇതിന്റെ ഡബിൾ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻3 എന്ന് എഴുതാം. ദെൻ ഫോർത്ത് ഡേ ആകുമ്പോൾ എത്ര ലോട്ടസ് ഉണ്ടാവും? ഇതിനോടൊപ്പം ഒരു 2 കൂടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 2⁻4. അപ്പോൾ ഫോർത്ത് ഡേ ആയപ്പോൾ ഡബിളിംഗ് പോണ്ടിനകത്ത് 2⁻4 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ.
അപ്പോൾ ഈ ദമയന്തി എന്ത് ചെയ്തു, ഈ ഫ്ലവേഴ്സിനെ എല്ലാം എടുത്ത് എന്ത് ചെയ്തു, ട്രിപ്ലിംഗ് പോണ്ടിനകത്ത് വെച്ചു. അപ്പോൾ ദമയന്തി ഈ 2⁴ ഫ്ലവേഴ്സിനെയും കൊണ്ട് ട്രിപ്ലിംഗ് പോണ്ടിനകത്ത് വെക്കുവാണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ട്രിപ്ലിംഗ് പോണ്ടിൽ കൊണ്ടുവച്ച് ഫസ്റ്റ് ഡേ ആകുമ്പോൾ അവിടെ എന്ത് വരും, ഈ 2⁴ ട്രിപ്പിൾ ആവും, അതായത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ സെക്കൻഡ് ഡേ ആകുമ്പോൾ എത്ര വരും, ഇവിടെ വീണ്ടും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2⁴ പിന്നെ ഒരു 3 കൂടെ വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, 2⁴ ഇൻറ്റു 3 2 തവണ ഉണ്ടല്ലോ, 3⁻². ദെൻ തേർഡ് ഡേ ആകുമ്പോൾ എന്ത് വരും, വീണ്ടും ഇവിടെ ഒരു 3 കൂടെ വരും, അതായത് 2⁴ ഇൻറ്റു 3⁻3 ഒരു 3 കൂടെ വരും. ദെൻ ഫോർത്ത് ഡേ ആകുമ്പോൾ അവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാവും, 2⁴ ഇനി ഒരു 3 കൂടെ വേണം അല്ലേ, അപ്പോൾ 3⁴ എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്നത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഫോർത്ത് ഡേ ആയപ്പോൾ 2⁴ ഇട്ട് ഡബിളിംഗ് പോണ്ടിൽ. ദെൻ ട്രിപ്ലിംഗ് പോണ്ടിനകത്ത് എന്ത് വന്നു, 2⁴ ഇൻറ്റു 3⁴ നമുക്കിവിടെ കിട്ടിയ ആൻസർ ആണ്. ഓക്കെ. What if Damayanti had changed the order in which she placed the flowers in leaves? How many lotus would be there? അതായത് ദമയന്തി എന്ത് ചെയ്തു, ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്തു. നമുക്ക് ഇവിടെ 2⁴ ഇൻറ്റു 3⁴ എന്നാണ് കിട്ടിയത്. ദമയന്തി ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് 3⁴ ആദ്യം എഴുതി, 2⁴ സെക്കൻഡ് എഴുതി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ, ഇവിടെ 1 കോമൺ ആണല്ലോ, അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ സെയിം തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, അവിടെ വ്യത്യാസമൊന്നും വരില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁴ ഇൻറ്റു 3⁴ എന്ന് പറഞ്ഞാൽ 2നെ 4 ടൈംസ് എഴുതുക, 3നെ 4 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെയും 3⁴ ഇൻറ്റു 2⁴ എന്ന് പറഞ്ഞാൽ 3നെ 4 ടൈംസ് എഴുതുക, 2നെ 4 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഓർഡേഴ്സ് ചേഞ്ച് ചെയ്താൽ നമ്മുടെ ആൻസർ ഡിഫറെൻ്റ് ആവില്ല. ഇതാ 3നെ 4 ടൈംസ് എഴുതിയിട്ടുണ്ട്, 2നെയും 4 ടൈംസ് എഴുതിയിട്ടുണ്ട്. Can this product be expressed as an exponent m⁻n where m and n are some counting numbers? അതായത് നമുക്ക് ഇതിനെ എക്സ്പോണന്റ് ആക്കി എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബൈ റീഗ്രൂപ്പിംഗ് ദ നമ്പേഴ്സ്, ഇവിടെ എന്ത് ചെയ്തു, 3നെ 4 ടൈംസും 2നെ 4 ടൈംസ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 3യും ഫസ്റ്റ് 2 എടുത്ത് ഒരു ഗ്രൂപ്പാക്കി 3 ഇൻറ്റു 2. ദെൻ സെക്കൻഡ് 3യും സെക്കൻഡ് 2നെ എടുത്ത് അടുത്ത ഗ്രൂപ്പാക്കി 3 ഇൻറ്റു 2. ദെൻ ഇവിടെ നിന്ന് ഒരു 3യും അടുത്ത 2നെയും കൂടെ എടുത്തു 3 ഇൻറ്റു 2 ഒരു ഗ്രൂപ്പാക്കി. ദെൻ ഈ 3യും ലാസ്റ്റ് 2നെയും കൂടെ എടുത്തു 3 ഇൻറ്റു 2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇൻറ്റു 2 എത്ര ടൈംസ് എഴുതിയിട്ടുണ്ട്, 1 2 3 4 ടൈംസ് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ 3 ഇൻറ്റു 2 4 ടൈംസ് എഴുതിയുകൊണ്ട് 3 ഇൻറ്റു 2 ദ ഹോൾ റൈസ് ടു 4. അതായത് നമ്മളിതിനെ 4 തവണ എഴുതിയല്ലോ 3 ഇൻറ്റു 2, അതാണ് ഇവിടെ 3 ഇൻറ്റു 2 ദ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 3യും 2യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 6 എഴുതി, ദെൻ പവർ 4 അതുപോലെ എഴുതി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ ഫോമിൽ എന്ത് പറയാം, m⁻a into n⁻a equal to mn the whole raised to a, where a is counting numbers. അതായത് നമ്മൾ m⁻a into n⁻a എന്ന് എഴുതിയാൽ ഇവിടെ ബേസ് ഡിഫറെൻ്റ് ആണ് അല്ലേ, ഇതിൻ്റെ ബേസ്, ഇതിൻ്റെ പവർ ആണ് സെയിം, എ എന്ന് പറയുന്ന പവർ ആണ് സെയിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബേസിനെ തമ്മിൽ ആദ്യം എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, എമ്മും എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഇത് എ എന്ന് പറയുന്ന രണ്ടിലും കോമൺ അല്ലേ, അപ്പോൾ കോമൺ ആയിട്ട് mn the whole raised to a എന്ന് കൊടുക്കാം. നമ്പേഴ്സ് ഇട്ട് ചെയ്ത് നോക്കാം. ഇവിടെ 2⁵ ഇൻറ്റു 5⁵ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസ് ഡിഫറെൻ്റ് ആണ് അല്ലേ, 2ഉം 5ഉം. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 2 ഇൻറ്റു 5 ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് എഴുതി. ദെൻ കോമൺ ആയിട്ടുള്ളത് ആരാ, ഈ പവർ ആയ 5 കോമൺ ആണ്. അപ്പോൾ നമുക്ക് 5 the whole raised to 5 എന്ന് കൊടുക്കുക. ദെൻ ഈ 2 ഇൻറ്റു 5 ചെയ്യുക 10, ദെൻ 5 പവർ ആയിട്ട് കൊടുക്കുക, 10⁻5 എന്ന് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2⁵ ഇൻറ്റു 5⁻5 എന്ന് പറഞ്ഞാൽ എന്താണ്, 10⁻5. ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പവർ അതുപോലെ എഴുതുക. ഓക്കെ. ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിംപ്ലിഫൈ 10⁻4 ഡിവൈഡഡ് ബൈ 5⁻4 ആൻഡ് റൈറ്റ് ഇൻ ദ എക്സ്പോണൻഷ്യൽ ഫോം. അതായത് 10⁻4 ബൈ 5⁻4 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ രണ്ടിൻ്റെയും പവർ ആണ് സെയിം ആയിട്ടുള്ളത് അല്ലേ, 4. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 10ഉം 5ഉം ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതുപോലെ എഴുതുക, 10/5. ദെൻ പവർ കോമൺ ആണല്ലോ, അപ്പോൾ ദ ഹോൾ റൈസ് ടു 4. അപ്പോൾ ഇനി 10/5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ആൻസർ 2. ദെൻ പവർ അതുപോലെ കൊടുക്കുക, 2⁻4. ഇൻ ജനറൽ ഫോം നമുക്ക് ഇങ്ങനെ പറയാം, m⁻a ബൈ n⁻a ഈക്വൽ ടു എമ്മും എന്നും ഡിഫറെൻ്റ്. അപ്പോൾ m/a എന്ന് പറയുന്നത് കോമൺ, അപ്പോൾ ഹോൾ റൈസ് ടു a എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, കഴിഞ്ഞ ദിവസം പഠിച്ച m⁻a ഇൻറ്റു m⁻b. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ ബേസ് സെയിം ആണ്, രണ്ടിടത്തും m. അപ്പോൾ നമ്മൾ m അതുപോലെ എഴുതി, സെയിം ആയിട്ട് വരുന്നത് അതുപോലെ എഴുതുക. ദെൻ പവേഴ്സ് തമ്മിൽ എന്ത് എഴുതും, a + b.
അതായത് എം റൈസ് ടു എ ഇൻറ്റു എം റൈസ് ടു ബി ഈക്വൽ ടു എം റൈസ് ടു എ പ്ലസ് ബി. ദെൻ അടുത്തെന്ത് പഠിച്ചു? എം റൈസ് ടു എ ദ ഹോൾ റൈസ് ടു ബി, അതായത് പവർ ഓഫ് എ പവർ. ഇതുപോലെ രണ്ട് പവേഴ്സ് ഇങ്ങനെ അടുത്തടുത്ത് വന്ന് നമ്മൾ അത് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എം റൈസ് ടു എ ബി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇനി നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? എം റൈസ് ടു എ ഇൻറ്റു എൻ റൈസ് ടു എ. ഇവിടെ എന്താണ്? ബേസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇവിടെ എം റൈസ് ടു എ എം റൈസ് ടു ബി, അതായത് ബേസ് സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ? ബേസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ബേസ് അതുപോലെ എഴുതുക. എം ഇൻറ്റു എൻ. ദെൻ കോമൺ ആയിട്ട് വന്ന എ എന്ത് കൊടുക്കുക? ദ ഹോൾ റൈസ് ടു എ. എം റൈസ് ടു എ ഇൻറ്റു എൻ റൈസ് ടു എ ഈക്വൽ ടു എം ഇൻറ്റു എൻ ദ ഹോൾ റൈസ് ടു എ. ദെൻ അടുത്ത് എന്താ പഠിച്ചത്? ഡിവൈഡ് ചെയ്യാനുള്ളത് എം റൈസ് ടു എ ബൈ എൻ റൈസ് ടു എ ഈക്വൽ ടു എം ബൈ എൻ ദ ഹോൾ റൈസ് ടു എ എന്ന് കൊടുക്കുക. ഇവിടെ ബേസ് എന്താണ്? രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ എം ബൈ എൻ എന്ന് കൊടുത്തു. ദെൻ കോമൺ ആയ എ എന്ത് കൊടുത്തു? ദ ഹോൾ റൈസ് ടു എ എന്ന് കൊടുത്തു. അപ്പോൾ ഈ 4 എക്സ്പ്രഷനും കൂട്ടുകാർ ബൈഹാർട്ട് ചെയ്യണം. ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.